ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഒരു മോർണിംഗ് റൊട്ടീനാണ്. കുട്ടികൾ സ്കൂളിൽ പോണ വരെയുള്ള ഒരു റൊട്ടീനാണ് കാണിക്കുന്നത്. രാവിലെ മൂപ്പരാളിൻ്റെ ഒപ്പം നീച്ചിട്ടുണ്ട്. അപ്പോൾ അവന് കൊച്ചു ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പതിവ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ്. രാവിലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കുറച്ച് നോക്കി നിന്നു. പുറത്ത് മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. അതിനുശേഷം ഞാൻ തലേ ദിവസം വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രാവിലെ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി ഒപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ സ്കൂളിലേക്ക് നോൺ വെജ് ഒന്നും കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഉരുളക്കിഴങ്ങും അതിൻ്റെ ഒപ്പിട്ട അത് കഴിക്കാമല്ലോ, അത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി നുറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാധാരണത്തെ പോലെ തന്നെ ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, ഉള്ളിയിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 വലിയ സവാളയാണ് എടുത്തിറങ്ങുന്നത്. നന്നായിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും ഒരു സമയം ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. മക്കളെ 2 വീഴ്ച എണീപ്പിച്ചിട്ടുണ്ട്. രാവിലെ അവിടെ തണുപ്പൊക്കെ ആയ കാരണം നീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവരെ നീപ്പിച്ച് പല്ലേപ്പിക്കാനൊക്കെ വിട്ടിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയും കുറച്ച് ഓൾ സ്പൈസസും പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒപ്പം അതിന് ശേഷം അപ്പോഴേക്കും ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ട് ഉള്ള തേങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ മുട്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. അപ്പോഴേക്കും അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വേഗം അപ്പോഴേക്കും വെള്ളയപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ്. ഞാൻ വെള്ളയപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് സാധാരണ ദോശച്ചട്ടിയിൽ തന്നെയാണ് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ചൊന്നും തന്നെ പരത്തിയിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ മതി, മറിച്ചിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് എല്ലാവർക്കുള്ള വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എടുത്തിട്ട് ഒരുപാട് പരത്തി കൊടുക്കാണ്ട്, ദോശയാകുമ്പോൾ ഒരുപാട് കനമില്ലാണ്ടല്ലേ പരത്തുക. ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി മൂടി വെച്ച് വയ്ക്കും. അപ്പോഴേക്കും അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 2 വെള്ളയപ്പവും ഒരാൾക്ക് സ്നാക്സായിട്ട് കൊടുത്തു വിടാനാണ്. അവൾക്ക് 11:30 വരെയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് കുറച്ച് കറി മതി, അപ്പോൾ മറ്റാൾക്ക് കുറച്ചും കൂടി കറി വേണം. അപ്പോൾ അവർക്ക് വേറെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ അതിലേക്കുള്ള സ്നാക്സ് രണ്ടും റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറായി. ഞാൻ 2 കൂടി ഒരു 3 വെള്ളയപ്പം എടുത്തിട്ടുണ്ട്. അത് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് രാവിലെ ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാരി കൊടുക്കുക ചെയ്യാം. അവർക്ക് 2 അപ്പോൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. ചെറിയ ആളവിടെ കൊച്ചു ടി വി ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ കുളിച്ചിട്ട് വന്നിറക്കുകയാണ്. രാവിലെ നല്ല തണുപ്പൊക്കെ ആയിട്ട് അവരിയ്ക്കുക. എന്നിട്ട് അവർക്ക് 2 വാരി കൊടുക്കണം. കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് വാരി കൊടുത്താലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്നിട്ട് 2 കഴിച്ച് നല്ല കുട്ടികളായിട്ട് കഴിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു പാറു. 2 ഫുള്ള് കഴിച്ചു കേട്ടോ. 2 നന്നായിട്ട് കഴിച്ച് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പോകാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോഴേക്കും ബാഗിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ അവരിലൊന്ന് റെഡിയാക്കാൻ പോവാണ്. മുടിയൊക്കെ കെട്ടുക റെഡിയാവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോ. റെഡിയായി കഴിഞ്ഞാൽ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അവരൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കുക. അച്ഛനെ കാത്തിരിക്കുകയാണ്. അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് രാവിലെ ഏട്ടൻ കൊണ്ടാക്കും, വൈകിട്ട് ഞാൻ കൂട്ടിയിട്ട് വരും. ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ ചെറിയ ആളും ഒപ്പം പോകണം. ഇത് ഡെയിലിയുള്ള വാശിയാണ്. 2 കൂടി പോകുമ്പോൾ അവനും ഒപ്പം പോകണം എന്നുള്ള വാശി. അപ്പോൾ അവനെ ഇവിടെ തിരിച്ച് കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ പോവേട്ടൻ. 3 കൂടി ബായൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.